മെനു കാർഡ് നിങ്ങളെ ചതിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുവെന്ന് തോന്നും. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? മെനു നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യുകയാണ്. നമ്മൾ റെസ്റ്റോറന്റ് പോകുമ്പോൾ മെനു നോക്കി ഇഷ്ടമുള്ളത് തിഞ്ഞെടുക്കുന്നു എന്ന് കരുതും. പക്ഷേ ലോകത്തിലെ വലിയ റെസ്റ്റോറന്റ്സ് മെനു ഡിസൈൻ ചെയ്യുന്നത് സൈക്കോളജി ഉപയോഗിച്ചാണ്. ഇന്ന് മെനു കാർഡിന്റെ പിന്നിലെ സീക്രട്ട് ട്രിക്സ് നമുക്ക് പൊളിച്ചെടുക്കാം. ആദ്യം ഏറ്റവും പവർഫുൾ ട്രിക്ക്: ആങ്കർ പ്രൈസിംഗ്. മിക്ക മെനുവിലും വളരെ കോസ്റ്റ്ലിയായ ഒരു ഐറ്റം മുകളിൽ വയ്ക്കും. ഉദാഹരണം, 999 രൂപ സ്റ്റേക്ക്. ഇത് കണ്ട ശേഷം 399 രൂപ സഡൻലി ചീപ്പ് പോലെ തോന്നും. കാരണം നമ്മുടെ ബ്രെയിൻ കമ്പയർ ചെയ്താണ് തീരുമാനിക്കുന്നത്. റെസ്റ്റോറന്റിന് വേണ്ടത് എന്താണ്? 399 രൂപ ഐറ്റം നിങ്ങൾ വാങ്ങണം. ഇനിയൊരു ചെറിയ ട്രിക്ക്, പക്ഷെ വളരെ ഡേഞ്ചറസ്. പല പ്രീമിയം റെസ്റ്റോറന്റ്സിലും രൂപ സിംബോൾ കാണില്ല, 399 മാത്രം. കാരണം രൂപ സിംബോൾ കണ്ടാൽ ബ്രെയിനിന് പണം പോകുന്നു എന്ന് ഫീൽ ചെയ്യും. സിംബോൾ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രീലി സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് മെനു ട്രിക്ക്: ഡിക്കോയ് എഫക്റ്റ്. മെനുവിൽ ചില ഐറ്റംസ് വിൽക്കാനല്ല വെക്കുന്നത്. ഷോക്കായോ? അവ വെക്കുന്നത് നിങ്ങൾ മറ്റൊരൈറ്റം വാങ്ങിക്കാൻ. ഉദാഹരണം, 250 രൂപ, 280 രൂപ, 900 രൂപ. 900 രൂപ കണ്ടാൽ 280 രൂപ ബെസ്റ്റ് ഡീൽ പോലെ തോന്നും. എക്സാക്ട്ലി അതുതന്നെയാണ് റെസ്റ്റോറന്റിന് വേണ്ടത്. മെനുവിൽ ഐറ്റംസ് റാൻഡമായി വെക്കില്ല, റിസർച്ച് പ്രകാരം. നമ്മുടെ കണ്ണ് മെനു നോക്കുമ്പോൾ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ പാറ്റേൺ ഫോളോ ചെയ്യും. ടോപ്പ് റൈറ്റ്, സെന്റർ, ടോപ്പ് ലെഫ്റ്റ്. മോസ്റ്റ് പ്രോഫിറ്റബിൾ ഐറ്റംസ് ഇവിടെ തന്നെയാണ് വെക്കുന്നത്. സെയിം ഫുഡ് ബട്ട് ഡിഫറന്റ് ഡിസ്ക്രിപ്ഷൻ. പ്രൈസ് വരെ ചേഞ്ച് ആവും. ചിക്കൻ ഫ്രൈ എന്നതിനേക്കാൾ ഫാം ഫ്രഷ് കേരള സ്റ്റൈൽ സ്പൈസി ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ എക്സ്പെൻസീവ് ഫീൽ വരില്ലേ? വേർഡ്സ് പോലും നമ്മളെ സ്പെൻഡ് ചെയ്യിപ്പിക്കും. അതായത് റെസ്റ്റോറന്റ് നിങ്ങളെ ചതിക്കുന്നു എന്നല്ല, പക്ഷേ അവർ സൈക്കോളജി സ്മാർട്ടായി ഉപയോഗിക്കുന്നു. ഇനി നിങ്ങൾ മെനു തുറക്കുമ്പോൾ ഇമോഷൻ കൊണ്ടല്ല, ലോജിക്ക് കൊണ്ട് ഓർഡർ ചെയ്യൂ. ഇത്തരത്തിലുള്ള മൈൻഡ് ബ്ലോയിങ് സൈക്കോളജി ട്രിക്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ടൈം റെസ്റ്റോറന്റ് പോകുമ്പോൾ മെനുവിനെ ഒബ്സർവ് ചെയ്യൂ.